മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും കുറേ നേരം കണ്ണടച്ച് ഇരുന്നിട്ട് ശ്വാസം അകത്തേക്ക് വലിച്ചെടുത്ത് ശരിക്കും പുറത്തേക്ക് വിടുക എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതായത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നിട്ട് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ആ ആക്ടിവിറ്റീനെ ആയിരിക്കാം ആ ഒരു വേർഡ് കൊണ്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് എനിക്ക് ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മുടെ തലേനെ എംപ്റ്റി ആക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല ഞാൻ ചെയ്യുന്നതും. എനിക്കത് മറ്റുള്ളവർ ചെയ്താലും നന്നായിരിക്കും, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഉറപ്പുള്ളൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അതായത് ഞാൻ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ, രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം. അതായത് രാവിലെ അരമണിക്കൂർ എപ്പോഴാണോ സമയമുള്ളത് അപ്പോൾ ഫോണിൽ അലാം വെച്ചിട്ട് വെറുതെ കണ്ണടച്ചിരിക്കുക. പറയുമ്പോൾ സ്റ്റുപ്പിഡിറ്റി ആണെന്ന് തോന്നും, പക്ഷെ ഞാനത് കുറേ നാൾ ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് സത്യമായിട്ട് പറയാം. നമ്മൾ വെറുതെ കണ്ണടച്ചിരിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വേറെ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ചിന്തിക്കാതെ എംപ്റ്റി ആയിട്ടുള്ളൊരു മൈൻഡിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കോ, അങ്ങനെ പല പല ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ തലയിൽ കിടക്കുന്നത്. പക്ഷെ വേറെ ഒന്നുമില്ല, നമ്മൾ വെറുതെ കണ്ണടച്ചിട്ട് എവിടെയെങ്കിലും സ്ഥലത്ത് ഇരുന്നോ അരമണിക്കൂർ ഇരിക്കാമെന്ന് വിചാരിച്ചോ, എന്തായാലും പല പല തോട്ട്സും നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തോട്ട്സ് പലതും വരും, കുറച്ച് കഴിയുമ്പോൾ അത് പോവും, അടുത്തത് വരും, അത് പോവും. ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. അതായത് നമ്മൾ ഒരു ഒബ്സർവറായി മാറുന്നു. അതായത് ഒരു ഹൈവേയുടെ സൈഡിൽ മാറി നിന്നിട്ട് വണ്ടികളൊക്കെ പോകുന്നത് നമ്മൾ നോക്കി നിൽക്കാന്ന് വിചാരിക്കുക. നമ്മൾ വണ്ടിയിലൊന്നും കയറുന്നില്ല, സൈഡിൽ നിന്നിട്ട് ഓരോന്നും കാണുന്നു. എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അതായത് എല്ലാ തോട്ട്സും വരുന്നുണ്ട്, അതെന്തൊക്കെയാണെന്ന് എനിക്കറിയാം, അല്ലാതെ എവിടെന്നോ വന്നിട്ട് പോകുമല്ല. എന്താണ് എവിടെന്നാ വന്നേന്ന് എനിക്കറിയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരേ പൊസിഷനിൽ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ കൈ വേനെടുക്കുകയാണെന്ന് തോന്നിയാൽ കൈ മാറ്റിക്കോ, കുറച്ച് കഴിയുമ്പോൾ കാല് വേനെടുക്കുകയാണെങ്കിൽ കാല് മുകളിലേക്ക് ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ താഴ്ത്ത് വയ്ക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഇതൊക്കെ തലയുടെ അകത്തല്ലേ. സോ അങ്ങനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജനറലി ലൈഫിൽ എല്ലാ ദിവസവും ഒരു കുഷ്യൻ ഫീലിംഗ് ആലോചിക്കുക. അതായത് നമ്മളൊരു ഹാർഡ് വർക്കിംഗ് ഡേ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടൊരു കുഷ്യനിലേക്ക് വന്നിട്ട് ഇരിക്കുന്നു, നല്ല വെള്ളമൊക്കെ കുടിച്ച്, ആ ഒരു ഫീലിംഗ് ഇല്ലേ, അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം ആ ഒരു ഫീലിംഗ് ആണ്. അതായത് ഇപ്പോൾ വർക്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാലും എന്തൊക്കെയാണെങ്കിലും ശരി, ഈ ഒരു മൈൻഡ് സെറ്റിലാണ് പോയിക്കൊണ്ടിരിക്കണത്. അത് ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും എന്നെ കുറച്ച് മടിയനാക്കണ്ടോന്ന്, പക്ഷെ അതിനൊരു സുഖമുണ്ട്, റൈറ്റ്? അതായത് ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലില്ല. ഇപ്പോ ഈ സെക്കൻഡ് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഇതിപ്പോ കഴിഞ്ഞിട്ട് ഞാൻ എവിടെയും കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. സോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് എന്നെ സംബന്ധിച്ചോളം ഇത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും ചിന്തിക്കാണ്ടിരിക്കുകയോ മനസ്സിനെ ഇമിറ്റാക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കുറച്ച് നാൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ എനിക്ക് മനസ്സിലായത്, ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ 30 മിനിറ്റ് ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ബ്രെയിനിന് തന്നെ എനിക്കൊന്നും ബോറടിക്കുന്നു. അതായത് ഈ ചിന്തിച്ച് തന്നെ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് ഫിൽട്ടർ ചെയ്തിട്ട് അവസാനം എംപ്റ്റി ആയി പോകുന്നൊരു മൊമെന്റ് ഉണ്ട്. അത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 30 മിനിറ്റ് വരുന്ന ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല, അങ്ങനെ വന്നിട്ടില്ല. ഒരു മിനിറ്റ് ഒക്കെ ആയിരിക്കും, റൈറ്റ്? അപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങും, ഓ നല്ല സുഖമുണ്ടല്ലോ. പക്ഷെ അടുത്ത് തോട്ടപ്പോ വരും. പക്ഷെ അതിനൊരു സുഖമുണ്ട്. അതിനെ നമ്മൾ എവിടെ പിടിച്ചു കെട്ടാനോ പിടിച്ചു നിർത്താനോ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്.